സംസ്ഥാനത്ത് സ്ത്രീകൾക്കുള്ള കെഎസ്ആർടിസി ബസ്സുകളിലെ സൗജന്യ ബസ് യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ജൂൺ 15 മുതൽ സൗജന്യമായി യാത്ര ചെയ്യാം. പ്രിയദർശിനി എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കെഎസ്ആർടിസിക്ക് ഉണ്ടാകുന്ന നഷ്ടം സർക്കാർ നികത്തും. എല്ലാ മാസവും സ്ഥിതി സർക്കാർ വിലയിരുത്തും. കെഎസ്ആർടിസിയുടെ വരുമാനം വർദ്ധിപ്പിച്ച ശേഷം രണ്ടാം ഘട്ടം നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിൻ്റെ വരുമാനക്കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. കെഎസ്ആർടിസി ബസ്സുകളിലെ സൗജന്യ ബസ് യാത്ര ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകൾ മാത്രമാണ് നടപ്പാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനമായിട്ടുള്ളത്. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ജൂൺ 15 മുതൽ സൗജന്യമായി കെഎസ്ആർടിസിയിൽ യാത്ര ചെയ്യാമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രിയദർശിനി എന്ന പേരിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കെഎസ്ആർടിസിക്ക് ഉണ്ടാകുന്ന നഷ്ടം അത് സർക്കാർ നികത്തുമെന്നാണ് പറയുന്നത്. പ്രതിവർഷം 800 കോടിയുടെ നഷ്ടമാണ് സർക്കാർ ഉണ്ടാകുന്നത്. ഈ ഒരു നഷ്ടം എല്ലാം കെഎസ്ആർടിസിക്ക് വി.ഡി. സതീശൻ സർക്കാർ തന്നെ നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാ മാസവും സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തും. അതുപോലെ തന്നെ കെഎസ്ആർടിസിയുടെ വരുമാനം വർദ്ധിപ്പിച്ച ശേഷം രണ്ടാം ഘട്ടം നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ കെഎസ്ആർടിസിയുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും കെഎസ്ആർടിസിയിൽ വരുന്ന നഷ്ടം സർക്കാർ തന്നെ വഹിക്കുമെന്നാണ് പറയുന്നത്. പ്രതിവർഷം 800 കോടിയുടെ നഷ്ടമാണ് ഈ ഒരു സൗജന്യ യാത്രയിൽ സർക്കാരിനുണ്ട് ഉണ്ടാകുന്നത്. 1500 കോടിക്ക് പുറമെ ഈ ഒരു 800 കോടിയും ഈ ഒരു തുകയും കൂടി കെഎസ്ആർടിസിക്ക് സർക്കാർ നൽകുമെന്നും വി.ഡി. സതീശൻ പ്രതികരിച്ചിട്ടുണ്ട്.